ഇടുക്കി മാട്ടുക്കട്ടയിൽ ഓട്ടോ ഗ്യാരേജിന് മുകളിലേക്ക് ഭീമൻ മരം കടപുഴകി വീണു. ഗ്യാരേജിന് സമീപം നിന്ന ഈട്ടിമരമാണ് കടപുഴകി വീണത്. ഗ്യാരേജിലുണ്ടായിരുന്ന 2 വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. തൊഴിലാളികൾ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഇന്നലെ വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലാണ് മാട്ടുക്കട്ടയിലെ ഒരു വർക്ക്ഷോപ്പിന് മുകളിലോട്ട് ഈട്ടിമരം വീണ് കനത്ത നാശനഷ്ടമുണ്ടായത്. ആ വർക്ക്ഷോപ്പ് ഏകദേശം പൂർണ്ണമായും നശിച്ച അവസ്ഥയിലാണ്. 2 വണ്ടികളായിരുന്നു ഇവിടെ റിപ്പയറിനെത്തിച്ചത്. സെൻറ് മേരീസ് മേരിക്കുളം സ്കൂളിൻ്റെ ഒരു സ്കൂൾ ബസ്സും അതുപോലെ തന്നെ മറ്റൊരു ലോറിയും ഇവിടെ പണിക്കായി എത്തിയിരുന്നു. അപ്പോൾ ആ ഷെഡിലേക്കാണ് ഈ മരം മറിഞ്ഞു വീണത്. വർക്ക്ഷോപ്പ് കെട്ടിടം ഉൾപ്പെടെയുള്ളവ നശിച്ച് അത് മരം വീണ് തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇപ്പോൾ ആ വർക്ക്ഷോപ്പിൻ്റെ ഒരു ഉടമ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇന്നലെ എപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത്? ഇന്നലെ 5:30 കഴിഞ്ഞ്. വലിയ കാറ്റായിരുന്നോ? ഭയങ്കര വലിയ കാറ്റായിരുന്നു. വർക്ക്ഷോപ്പ് 2 വണ്ടികൾ എല്ലാം ഞങ്ങൾക്ക് നഷ്ടമായി. വർക്ക്ഷോപ്പിൽ ആളുകളൊക്കെ ഉണ്ടായിരുന്നു? നിങ്ങളൊക്കെ? ഞങ്ങൾ 2-3 പേരുണ്ടായിരുന്നു. ശബ്ദം കേട്ട് മാറി, ഞങ്ങൾ ഓടി മാറുമായിരുന്നു. എങ്ങനെ ഈ സ്ഥലങ്ങളിൽ സാധാരണഗതിയിൽ നല്ല കാറ്റുള്ള പ്രദേശമാണ്? കാറ്റായിരുന്നു. സാധാരണ അങ്ങനെ കാറ്റുണ്ടാവാറുണ്ടോ? ഉണ്ടായി, ചെറിയ തോതിൽ കാറ്റുണ്ട്. ഇന്നലെ ഭയങ്കരമായിട്ട് കാറ്റായിരുന്നു. ഇതിപ്പോൾ ഒരുപക്ഷെ നിങ്ങളവിടെ ഉണ്ടായിരുന്നെങ്കിൽ ജീവന് വരെ ആവത്ത്, ഞങ്ങളുടെ ജീവൻ വരെ നഷ്ടമായിരിക്കും. ഇപ്പോൾ എത്ര രൂപയുടെ ഒരു നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്? ഏകദേശം ഒരു കണക്കെടുത്തിട്ടുണ്ടോ? ഞങ്ങൾ വർഷം എങ്ങനെ പോലും ഒരു 4-5 രൂപയുടെ മുകളിൽ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഈ 2 വണ്ടിയാണ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? 2 വണ്ടികൾ, 3 വണ്ടി ഉണ്ടായിരുന്നു. ഒരു വണ്ടി എടുത്ത് മാറ്റിയായിരുന്നു. 2 ഡ്രൈവർമാരുണ്ട്, അവർ മാറ്റിയായിരുന്നു. ഇപ്പോൾ ഇത് മുറിച്ച് മാറ്റാനുള്ള നടപടി നടന്നുകൊണ്ടിരിക്കുക. ഒരു 4 ദിവസമായിട്ട് കണ്ടിന്യൂ മഴ തോരാതെ ഭയങ്കരമായ കാറ്റും നല്ല മഴയായിരുന്നു. അപ്പം ഞങ്ങൾ പണി നടക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ പുതുതായിട്ട് ഞങ്ങൾ ഈ വർക്ക്ഷോപ്പിട്ടു. അപ്പം ചെളിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് ഉള്ള പരിപാടി നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം അവിടെ നിൽക്കുകയായിരുന്നു. ആ വർക്ക്ഷോപ്പിൻ്റെ ഓണർ സുഭാഷ് എന്ന് പറയും, അവൻ അവിടെ ഫോൺ ചെയ്യുമായിരുന്നു. അപ്പോൾ അവൻ്റെ ഫോണിൻ്റെ അകത്ത് റേഞ്ച് കിട്ടാവുന്നപ്പോൾ എൻ്റെ ഫോൺ മേടിക്കാൻ അവൻ ഇവിടെ വന്ന് കയറി എന്നിട്ട് ഒരൊച്ച ഇടുന്നു. ഇവിടുത്തെ ഇതിങ്ങനെ മറിഞ്ഞ് വീഴുക. അതിന് 2 ദിവസം മുമ്പ് ഈ ഈട്ടി ഇങ്ങനെ പിരിഞ്ഞായിരുന്നു. അപ്പോൾ തന്നെ നമുക്കറിയാം ഇത് വീഴുമെന്നറിയായിരുന്നു. അപ്പോൾ നമ്മളിതിൻ്റെ വേണ്ടപ്പെട്ട ആളോട് പറഞ്ഞു, നമ്മൾ ഈട്ടിയല്ല, നമ്മൾ വീഴാൻ ചാൻസ് ഇല്ലെന്ന് പറഞ്ഞു. സ്കൂൾ ബസ് ഇന്നലെ ടെസ്റ്റിങ് കഴിഞ്ഞ് ഇന്നലെ വന്നോളൂ. അപ്പോൾ വന്നപ്പോൾ അതിൻ്റെ ഓണിന് എന്തോ ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. അതും കൊണ്ട് കയറ്റിയിട്ടതോളൂ, ഒരു അരമണിക്കൂർ കയറ്റിയിട്ട് അതിന് പാച്ച് വർക്കിന് വേണ്ടി കയറ്റിയിട്ടു. അതിപ്പം വളരെ ശോചനീയാവസ്ഥയായിട്ടിരിക്കുക. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട് പോയി ബോഡിക്ക് ചെറിയ തട്ടുകളുള്ളതെന്ന് തോന്നുന്നുണ്ട്. ഈ റൂഫ് മാറ്റിയാലേ വണ്ടിയുടെ അവസ്ഥ എന്നാന്ന് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. വലിയ ഒരു നാശനഷ്ടമുണ്ട്. ഒരു 4-5 ലക്ഷം രൂപയുടെ അടുത്തുള്ളൊരു നാശനഷ്ടമുണ്ട് എന്നാണ് ഇപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഉടമ പറയുന്നത്. ഇപ്പോൾ മരം മുറിച്ചു മാറ്റാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മനോജ് മാടശ്ശേരിക്കൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.